അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചനകൾ നൽകി ഇരു രാജ്യങ്ങളും ചർച്ചകളിൽ പുരോഗതി കൈവരിക്കുന്നതായി റിപ്പോർട്ടിലേക്ക്. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറിലേക്ക് രാജ്യം വളരെ വേഗത്തിൽ അടുക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുഎസ് മാധ്യമമായ CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനുമായുള്ള ഒരു കരട് കരാർ തന്റെ മുൻപിലുണ്ടെന്നും എന്നാൽ അമേരിക്ക പൂർണ്ണമായും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ കരാറിൽ ഒപ്പുവെക്കൂ എന്നും ട്രംപ് കർശന നിലപാടെടുത്തു. ഇറാൻ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കുകയില്ലെന്ന് ഉറപ്പാക്കുന്ന വ്യവസ്ഥകൾ കരാറിലുണ്ടാകും. കരാർ സാധ്യമായില്ലെങ്കിൽ ഇതുവരെ ഒരു രാജ്യവും നേരിട്ടില്ലാത്ത അത്ര ശക്തമായ തിരിച്ചടി ഇറാൻ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ആദ്യഘട്ടത്തിൽ തയ്യാറാക്കുന്ന 14 ഇന കരാറിൽ ആണവായുധ വിഷയം ഉൾപ്പെടുത്തില്ലെന്നാണ് ഇറാന്റെ നിലപാട്. വരും ദിവസങ്ങളിൽ ഈ ധാരണാപത്രം അന്തിമമാക്കുമെന്നും അതിനുശേഷം 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി അന്തിമ കരാറിലെത്താൻ സാധിക്കുമെന്നും ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കി. വിഷയത്തിൽ സൗദി അറേബ്യ, ഖത്തർ, UAE, ഈജിപ്ത്, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ട്രംപ് ഫോണിൽ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഇന്ത്യ സന്ദർശിക്കുന്ന US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകളിൽ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ഇറാന്റെ യാതൊരുവിധ നികുതിയുമില്ലാതെ പുനരാരംഭിക്കുമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിക്കണമെന്നും റൂബിയോ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏപ്രിൽ ആദ്യം മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഏപ്രിൽ 13 മുതൽ ഇറാന്റെ തുറമുഖങ്ങൾ അമേരിക്കൻ സൈന്യം ഉപരോധിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് നിർണായകമായ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ടു പോകുന്നത്.